പാലക്കാട് തച്ചനാട്ടുകരയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പോലീസ്, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, സ്കൂൾ അധികൃതർ എന്നിവരിൽ നിന്ന് വിശദമായ റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിട്ടുവീഴ്ചയില്ലാത്ത കൃത്യമായ നടപടികൾ എടുക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ആ സ്കൂളിൽ ഇന്നലെ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ അടക്കമുള്ള അധ്യാപകർക്കെതിരെ കൃത്യമായ വകുപ്പ് തല നടപടികളും ഉണ്ടായി. ഇപ്പോൾ ബാലാവകാശ കമ്മീഷനും ഇക്കാര്യത്തിൽ ഇടപെടുകയാണ്. കൂടുതൽ വിവരങ്ങൾ അരുൺ ആലത്തൂർ. തീർച്ചയായിട്ടും വിനോദ്, ഈ 9ാം ക്ലാസ്സുകാരിയുടെ മരണത്തിൽ വലിയ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ഉണ്ടായതിന് പിന്നാലെയാണ് ഇപ്പോൾ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കൂടി കേസ് എടുത്തിരിക്കുന്നത്. ബാലാവകാശ കമ്മീഷൻ പോലീസിനോടും സ്കൂൾ അധികൃതരോടും ഒപ്പം ജില്ലാ ശിശു സംരക്ഷണ സമിതിയോടും വിഷയത്തിൽ ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഈ ബാലാവകാശ കമ്മീഷൻ ചെയർമാനായ KV മനോജ് കുമാർ ഈ മരിച്ച ആശിർ നന്ദിയുടെ പാലക്കാട് തച്ചനാട്ടുകരയിലുള്ള വസതിയിലെത്തി സന്ദർശനം നടത്തുകയുണ്ടായി. അവിടെ ഈ രക്ഷിതാക്കളിൽ നിന്നൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അതിനുശേഷം ഈ പെൺകുട്ടി പഠിച്ച ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് ഹയർ സെക്കൻഡറി സ്കൂൾ, ആ സ്കൂളിലും ചെന്ന് അവിടുത്തെ അധ്യാപകരുമായിട്ടും മറ്റുമൊക്കെ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഏതായാലും അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ വിഷയത്തിൽ കേസ് എടുക്കുകയും ഒപ്പം തന്നെ ഈ ജില്ലാ ശിശു സംരക്ഷണ സമിതി, പോലീസ്, അതുപോലെ തന്നെ സ്കൂൾ അധികൃതർ എന്നിവരോട് വിശദീകരണവും ചോദിച്ചിരിക്കുന്നത്. കൂടാതെ ഈ മരണത്തെ തുടർന്നുണ്ടായേക്കുന്ന മാനസികാഘാതം കണക്കിലെടുത്ത് പെൺകുട്ടിയുടെ സഹപാഠികൾക്കും സ്കൂൾ ബസ്സിലൊപ്പം ഉണ്ടാകാറുള്ള കുട്ടികൾക്കും അധ്യാപകർക്കും തിങ്കളാഴ്ച മുതൽ കൗൺസിലിംഗ് നൽകുന്നതിനും ജില്ലാ ശിശു സംരക്ഷണ സമിതി യൂണിറ്റിന് ഈ ചെയർമാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടികൾക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ അവരുടെ അവകാശങ്ങൾ നിലനിർത്തുന്ന അന്തരീക്ഷം സ്കൂൾ മാനേജ്മെന്റ് ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും സംഭവത്തിൽ ഈ പോലീസിന്റെ അന്വേഷണമൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഈ കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പ് സഹപാഠി പോലീസിന് നൽകിയിരുന്നു. അതിലെ കയ്യക്ഷരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെയും സ്കൂളിലെ അധ്യാപകരുടെയൊക്കെ മൊഴിയെടുക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കുന്നതിനിടെയാണ് സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കൂടെ കേസെടുത്തിരിക്കുന്നത്. പാലക്കാട് തച്ചനാട്ടുകരയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. കമ്മീഷൻ നേരിട്ട് പെൺകുട്ടിയുടെ വീട്ടിൽ എത്തുകയും വിവരങ്ങൾ ആരായുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.